ആറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് പഴയ പോലെ തന്നെയാണ് ഫീൽ ചെയ്യാറ്. പക്ഷേ റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇനി വരുന്ന സിനിമ ആൾക്കാർ കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും, കുറച്ചുകൂടെ നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ എനിക്ക് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു സാധനമായിട്ട് തന്നെ ഇനിയും തിരിച്ചു വരണം. അപ്പോൾ അതിൻ്റെ വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു 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 മെൻറ്റാലിറ്റിയോടെ തന്നെ കാണുള്ളൂ. അത് കുഞ്ഞിരാമായണത്തെക്കാളും നന്നാക്കിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം, അതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം എങ്ങനെയൊക്കെ ചെയ്യാം, ആ ഒരു രീതിയിലേ ഇപ്പോൾ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ അത് മാത്രമേ ഈ സിനിമയിൽ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്ന ഒരു വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കി ഈ സിനിമയ്ക്കപ്പുറം ഇപ്പോഴും പഴയ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ബാക്കി ആൾക്കാരും എല്ലാവരും ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ മീറ്റ് ചെയ്യാന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ പ്രഷർ വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്ത സിനിമയെ കുറിച്ച് അങ്ങനെ ഡിസ്കഷൻ നടക്കുന്നു, അങ്ങനെ ഒന്നും കൺഫേം ആയിട്ടില്ല. ഈ ടീമിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഭയങ്കരമായിട്ട് നമുക്ക് സിമിലർ ജോണർ ഓഫ് മൂവീസ് എന്നുള്ള രീതിയിലേക്ക് തന്നെ പോകും. അപ്പോൾ അങ്ങനെ പോവാതെ ഇതിൻ്റെ ക്രൂ എല്ലാം ഇതേ ആൾക്കാർ തന്നെ വെച്ച് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. എല്ലാ ടെക്നീഷ്യൻസും ഇവർ തന്നെ വെച്ച് ചെയ്യണം. കാസ്റ്റ് സ്റ്റോറിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ അല്ല, ഇവർ വരാൻ വേണ്ടിയിട്ട് സ്റ്റോറി മാറ്റി എഴുതാനുള്ള ഒരു ആഗ്രഹമില്ല. സ്റ്റോറിക്ക് അനുസരിച്ചിട്ട് ഇവരിൽ ആരെങ്കിലുമൊക്കെ അതിന് കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ആൾക്കാരുണ്ടോ അവരൊക്കെ അതിൽ അഭിനയിക്കണം. അല്ലാതെ ഇവരെ തന്നെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു സ്റ്റോറി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ക്രൂ എല്ലാവരും ഇവർ തന്നെ വച്ച് തിരിച്ച് വീണ്ടും ഒന്നിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ ആ ഒരു രീതിയിൽ എല്ലാവരും വർക്ക് ചെയ്തു. അപ്പോൾ ഷൂട്ടിങ്ങിന് നമുക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ക്രൂ ടെക്നീഷ്യൻസ് എല്ലാം ഇതേ ആൾക്കാർ തന്നെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ചെയ്ത സമയത്ത് ഞാൻ അയച്ച ഷോർട്ട് ഫിലിം ഈ അജുവേട്ടൻ കാണണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിംസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്ക് അതൊരു പുതുമയായിട്ട് തോന്നിയതുകൊണ്ടാണ് പുള്ളി അത് കണ്ടത്. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ എനിക്കും ഒരുപാട് പേര് ഷോർട്ട് ഫിലിംസ് അയച്ചു തരാറുണ്ട്. പക്ഷേ എനിക്ക് തന്നെ ഇതിലിപ്പോൾ നല്ലതേതാ മോശമേതാ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതിലേത് നല്ലതാണ് അങ്ങനെയൊന്നും തിരിച്ചറിയാൻ പറ്റാതെ അതുകൊണ്ട് തന്നെ ആരും ഒന്നും കാണാതെയാവും. ഇപ്പോൾ എനിക്ക് തന്നെ ഒന്നും കാണാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഷെയർ ചെയ്ത് കാണണം, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ നല്ലതാണെന്ന് അഭിപ്രായം പറയണ കേട്ടിട്ടൊക്കെ നമുക്ക് കാണാൻ തോന്നുള്ളൂ. ബാക്കി അപ്പോൾ എൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ വിനീതേട്ടനും അജുവേട്ടനൊന്നും ഒരിക്കലും ഷോർട്ട് ഫിലിംസ് ഇനി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന എല്ലാവരും അയച്ചു കൊടുക്കുന്നു, ഫേസ്ബുക്കിലൂടെ അയച്ചു കൊടുക്കുന്നു. പക്ഷേ ഒരുപാടെണ്ണം വരുന്നതുകൊണ്ട് അവർക്ക് തന്നെ അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാനും കാണുന്നതൊക്കെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ലതാണെന്ന് തോന്നി കണ്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണാറുള്ളൂ. അപ്പോൾ അത് വളരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുകയുള്ളൂ. ഒരുപാട് പേര് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഒരുപാട് പേര് ഇതുപോലെ അയച്ചു തരുന്നത് കൊണ്ട് തന്നെ അത് നോട്ടീസ് ചെയ്യപ്പെടാതെ പോകും. ഇപ്പം നോട്ടീസ് ചെയ്യപ്പെടുന്ന ഷോർട്ട് ഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്റ്റാർ കാസ്റ്റ് അല്ലെങ്കിൽ ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ ബേൺ മൈ ബോഡി, ഓപ്പൺ യുവർ മൈൻഡ്, രമണി ചേച്ചിയുടെ നാമത്തിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിംസാണ് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഏറ്റവും ഭയങ്കരമായിട്ട് ആൾക്കാർ വാച്ച് ചെയ്ത ഷോർട്ട് ഫിലിംസ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും സ്റ്റാർ കാസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കലി മേക്കിംഗ് വൈസ് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ്. അങ്ങനെയൊക്കെയുള്ള ഷോർട്ട് ഫിലിംസേ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ. ബാക്കി ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഞങ്ങൾ തന്നെ അഭിനയിക്കുന്നു, കുറേ പിള്ളേർ, കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പിള്ളേർ, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഷോർട്ട് ഫിലിംസ് ഒന്നും ആരും ശ്രദ്ധിക്കാറ് പോലുമില്ല. അതൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഓവറായി യൂസ്ഡായി ആൾക്കാർ ഇപ്പോൾ ആർക്കും കാണാനും താല്പര്യമില്ലാത്ത ഷോർട്ട് ഫിലിംസൊക്കെയാണ്. അൽഫോൺസേട്ടൻ പ്രേമം എന്ന് പറഞ്ഞ മൂവി ചെയ്തു. അപ്പോൾ ആൾക്കാരിപ്പോൾ എല്ലാവരും പ്രേമത്തെ പോലെ ഒരു സിനിമ അങ്ങനെയൊക്കെയാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നതും. പ്രേമത്തെക്കാളും നല്ലൊരു സിനിമ, അങ്ങനെയൊക്കെ ഒരു ബെഞ്ച് മാർക്ക് ആൾക്കാർ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്പേസ് കൂടുകയാണ്. നമുക്കപ്പോൾ അതിലും നല്ലൊരു സിനിമ, അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു സിനിമ, അല്ലെങ്കിൽ അത്രയെങ്കിലും ഉള്ളൊരു സിനിമ, അതിൻ്റെ ഏതെങ്കിലും 7 അയലത്തെങ്കിലും എത്തുന്ന ഒരു സിനിമ, അങ്ങനെ ഒരു സിനിമ, അങ്ങനെ അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു കോമ്പറ്റീഷൻ നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സ്പേസാണ് വരുന്നത്. മുമ്പായിരുന്നെങ്കിൽ എല്ലാം ഒരേപോലുള്ള സിനിമകൾ വരുന്നു, എല്ലാം ഒരേപോലുള്ള കഥകൾ, എല്ലാം സ്റ്റാർസിനെ വെച്ചിട്ട് വരുന്ന സിനിമകൾ. അത് ചിലത് ക്ലിക്കാവും, ചിലത് ഫ്ലോപ്പാവും. അതിലൊരു വ്യത്യസ്തത അല്ലെങ്കിൽ പുതുമ ഒന്നും സിനിമകളിൽ വരാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ കോമ്പറ്റീഷൻ വളരെ വലിയ രീതിയിൽ വരുമ്പോൾ അത് പുതിയ മേക്കേഴ്സിനും പഴയ ആൾക്കാർക്കും എല്ലാവർക്കും ആ ഒരു
ഇമ്പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലത് തന്നെയാണ്. നമ്മുടെ ഒരു ഇൻഡസ്ട്രിയെ നല്ല രീതിയിൽ തന്നെയാണ്. ഓൾറെഡി മലയാളം ഇൻഡസ്ട്രിയെക്കുറിച്ച് പുറത്തുള്ളവർക്ക് വളരെ നല്ല ഒരു അഭിപ്രായമാണ്. ഏറ്റവും നല്ല ക്രാഫ്റ്റുള്ള നല്ല കണ്ടൻറ്റുള്ള സിനിമകൾ വരുന്നത് മലയാളത്തിൽ നിന്നാണെന്നുള്ളതാണ് പുറത്തുനിന്നുള്ളൊരു അഭിപ്രായം തന്നെ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനിയും നമ്മുടെ ഇൻഡസ്ട്രിയെ കുറച്ചുകൂടെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യും. ഒരു നല്ല രീതിയിൽ തന്നെ അത് എഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ട് ഈ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ്, ആ ഒരു മൂഡ് വരുന്നത് പ്രഷർ ആവുമെങ്കിലും പ്രഷറിൽ നിന്ന് നല്ലൊരു സിനിമകൾ ഉണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ്.